ഹലോ, ഇന്നത്തെ വീഡിയോ നമ്മൾ അമ്പലത്തിൽ പോവാട്ടോ. ചക്കുളത്ത് അമ്പലത്തിലും പിന്നെ അമ്പലപ്പുഴ അമ്പലത്തിലുമാണ് പോകാൻ ഉദ്ദേശിച്ച്. പക്ഷെ പോയ വഴിക്ക് സമയമൊക്കെ കൂടുതലുള്ളതുകൊണ്ട് ഞങ്ങൾ തിരുവല്ല ശ്രീവല്ലഭയിലും കയറിയിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ചക്കുളത്ത് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. രാവിലെ പോയതാട്ടോ. 5:30 ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ചക്കുളത്ത് അമ്പലത്തിലൊക്കെ നല്ല തിരക്കാണ്. സ്വാമിമാരൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് സ്വാമിമാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചക്കുളത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു, ആളും ഒക്കെ ആയിട്ട്. ചക്കുളത്തെ കുളമൊക്കെ ഇത് അമ്പാടി അമ്മയുടെ കയ്യിലായിരിക്കുന്നത്. അകത്ത് സ്വാമിമാരൊക്കെ വെളിയിലാട്ടോ. വണ്ടിയിലും ഫ്രണ്ടിലൊക്കെ നല്ല തിരക്കുണ്ട്. അവിടെ നമ്മൾ തൊഴുതിറങ്ങിയിട്ട് അമ്പലപ്പുഴയ്ക്ക് പോവുക. തൊഴുതിറങ്ങിയിട്ട് അമ്പലപ്പുഴയിലോട്ട് പോകുമായിരുന്നു. പാലൊക്കെ കയറിയപ്പം എടത്വ പള്ളിയുടെ മുമ്പിൽ കൂടെ പോയത്. അപ്പം ആ പാലമാണ് പോകുന്ന രണ്ട് സൈഡ് ഫുള്ള് നെല്ലാട്ടോ. നല്ല രസമാണ് കാണാം. ഞങ്ങളുടെ ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ഫുള്ള് മലയങ്കുന്നൊക്കെ ആയിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. രണ്ട് സൈഡും ഫുള്ള് നെല്ല. പിന്നെ ഞങ്ങളിവിടെ വണ്ടിയൊക്കെ നിർത്തി കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ടൊക്കെയാണ് പോയേ. അങ്ങനെ അമ്പലപ്പുഴ അമ്പലത്തിലെത്തി. അമ്പാടി അമ്മയുടെ കയ്യില അങ്ങനെ പോവാണ്. ഞാൻ അവിടെ നിന്ന് ഒരു മുല്ലപ്പൂവിന് വില ചോദിച്ച് ഒരു മുഴത്തിന് 100 രൂപ എന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ 50 ഉള്ളെന്ന് തോന്നുന്നു, അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല. പിന്നെ രാവിലെ ചെന്നതുകൊണ്ട് കടയൊക്കെ തുറക്കുന്നൊക്കെ ഉള്ളൂ. കുറച്ചൊക്കെ തുറന്നൊക്കെ വെച്ചിട്ടുണ്ട്. 1-2 കടയൊക്കെ തുറന്നിട്ടുള്ളൂ. അങ്ങനെ നേരെ ഫ്രണ്ടിലെത്തി. അമ്പലപ്പുഴ നല്ല തിരക്കായിരുന്നു കേട്ടോ. എന്നാൽ വലിയ തിരക്കല്ല, എന്നാലും ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. കണ്ട, നിറച്ച ആളും ക്യൂവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ആനയൊക്കെ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയില്ല. ഞങ്ങൾ ഇന്നിപ്പോൾ ആനയൊക്കെ അതുവഴി പോകുന്നുണ്ടായിരുന്നു. കണ്ട, എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല. അവിടുത്തെ ആനയാണോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ പേര് നോക്കിയില്ല. അവിടെ ആനയ്ക്ക് നിൽക്കാനുള്ളതൊക്കെ ഉണ്ടല്ലോ, ഇനി ആ ആനയാണോ എന്നറിയില്ല. നല്ല തിരക്കൊക്കെ ഉണ്ട്. ഇത് ഞാനും അമ്പാടിയാണ് കേട്ടോ. പിന്നെ അവിടെ മിഴാവ് വെച്ചിട്ടുണ്ടല്ലോ, പന്തൽ പോലെ വെച്ചിട്ട്, നടപ്പന്തൽ പോലെ. അവിടെ അമ്പാടിയെ ഇരുത്തി അമ്പാടി അവിടെ ഇരുന്ന് കളിക്കുകയൊക്കെ ആയിരുന്നു. ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ട്. അമ്പാടിക്ക് എൻ്റെ പേഴ്സൊക്കെ കൊടുത്തിട്ട് അമ്പാടി അത് വെച്ചിട്ട് അവിടെ ഇരുന്ന് കളിക്കുക. പണ്ടത്തെ കൊട്ടാരമാണെന്നൊക്കെയാണ് പറയുന്നത്, കറക്റ്റായിട്ടൊന്നും അറിയില്ല. കൊട്ടാരമാണെന്നാണ് അച്ഛൻ പറഞ്ഞേ. പണ്ടത്തെ രാജകൊട്ടാരം. പണ്ടത്തെ രാജകൊട്ടാരം തന്നെയാണ്. ഇപ്പം അവിടെ റൂമൊക്കെ എല്ലാവർക്കും കൊടുക്കുമെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ കയറി ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടുത്തെ തൊഴിലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് ഇറങ്ങുകയാണ്. ഇവിടുന്നാണ് ശ്രീവല്ലഭയിലോട്ട് പോയത്. ഇത് ഞാനും അമ്പാടിയാട്ടോ. അമ്പാടി പിന്നെ ഫോണിൽ നോക്കത്തില്ല, ഫോട്ടോ എടുക്കാൻ നിൽക്കത്തില്ല, ഒന്നിനും അമ്പാടിക്കൊന്നിനും വയ്യ. ഇത് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലാണ്. അവിടെ തിരക്കൊന്നുമില്ലായിരുന്നു, ആളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാനും അമ്പാടിയും കൂടെ വീഡിയോ എടുക്കുന്നത്, പക്ഷെ ഫ്ലോപ്പായിപ്പോയി. അവിടെ നിന്ന് എന്തോ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. കയറി തൊഴുതു. ഞങ്ങൾ അവിടുന്ന് പായസമൊക്കെ വാങ്ങി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. जब देखता है